Hello students, welcome to the second session of the fourth module. Today we will be learning about work done by a single stage reciprocating compressor without considering clearance volume. So in the previous session we have studied about reciprocating compressor and its working, and we learned a term called clearance volume. But now we have to find the work done in case of a compressor which compresses a gas with inlet pressure P1 to a discharge pressure of P2. But this special case of reciprocating, this is a special case of reciprocating compressor where there is where there is no clearance volume. Clearance volume ഇല്ല. അതായത് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് വെച്ചാൽ സിലിണ്ടർ ഹെഡിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് അവിടെ ഒരു ഗ്യാപ്പ്, ഡെഡ് സ്പേസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു കംപ്രസർ ആണെങ്കിൽ നമ്മൾ ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരിക. നമ്മൾ കഴിഞ്ഞ വിത്ത് ക്ലിയറൻസ് വോളി എന്ന് വെച്ചാൽ ഇങ്ങനെ 4 ഇവിടെ 3 ഇവിടെയാണ് വന്നത്. പക്ഷേ ക്ലിയറൻസ് വോളി ഇല്ലെങ്കിൽ നമുക്കറിയാം വി സി എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ വി സി എന്നുള്ളത് 0 ആകുമ്പോൾ വോളിയം 0, ഇതല്ലേ 0, വോളിയം ഈക്വൽ ടു 0 അല്ലേ ഇവിടത്തേക്ക് എത്തും. അപ്പോൾ 4 ഇവിടെ ആയിരിക്കും, 3യും ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈക്കിൾ ഉണ്ടാവുക. അപ്പോൾ പ്രോസസ്സ് 4 to 1 എന്ന് വെച്ചാൽ എന്താണ്? 4 to 1 സക്ഷൻ പ്രോസസ്സ്, 1 to 2 ആണ് ഏത്? കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ P2 എന്നുള്ളൊരു പ്രഷറിലേക്ക് എത്തുമ്പോൾ കംപ്രഷൻ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രഷൻ ഉണ്ടോന്ന്. ഇത് PV ഈക്വൽ ടു കോൺസ്റ്റന്റ് വെച്ചാൽ ഐസോതെർമലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഐസോതെർമൽ പ്രോസസ്സ്. ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ഐസോതെർമൽ എന്ന് വെച്ചാൽ അതിൽ PV ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. പിന്നെ അഡിയബാറ്റിക് പ്രോസസ്സിൽ PV raised to gamma equal to constant, where gamma is nothing but Cp by Cv, ratio of specific heats. Polytropic process ആണെങ്കിൽ PV raised to n equal to constant, where n is polytropic index. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രഷൻ പോസിബിൾ ആണ്. ഒന്ന് ഐസോതെർമൽ കംപ്രഷൻ ഉണ്ടാവാം, അഡിയബാറ്റിക് കംപ്രഷൻ ഉണ്ടാവാം, ഓർ പോളിട്രോപ്പിക് കംപ്രഷൻ ഉണ്ടാവാം. അപ്പോൾ P2 എന്നുള്ള പ്രഷറിലേക്ക് കംപ്രസ് ചെയ്ത് ആ P2 എന്നുള്ള പ്രഷർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രഷൻ സ്റ്റോപ്പ് ആവും. പിന്നെ എന്താവും? ഡെലിവറി വാൾവ് ഓപ്പൺ ആയിട്ട് ഇവിടെ 2 to 3 ഡെലിവറിയാണ്. ഓക്കെ, 2 to 3 ഡെലിവറി. അപ്പം തന്നെ എന്ത് ചെയ്യും? നേരെ സക്ഷൻ വാൾവ്, ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്ഷൻ വാൾവ് ഓപ്പൺ ചെയ്ത് സക്ഷൻ തുടങ്ങും. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഓപ്പൺ സൈക്കിൾ. 1 2 3 4 ദിസ് ദ പ്രോസസ്. ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വർക്ക് ഡൺ കാണാം. നമുക്കറിയാം പി ബി ഡയഗ്രാമിൽ വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ഗ്രാഫ് അല്ലേ, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഗ്രാഫാണ്. ആക്ച്വലി വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് ഈ ഏരിയ. ഏത് ഏരിയ? ഏരിയ 1 2 3 4 1. ഏരിയ 1 2 3 4 1 എന്നുള്ള ഏരിയ ആണ് എന്ത്? ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ബൈ കംപ്രസർ. അപ്പോൾ ഈ വർക്ക് ഡൺ എങ്ങനെയാണ് കാണാം? ഓക്കെ, ഏരിയ എങ്ങനെയാണ്? ഏരിയ എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഈ ഏരിയ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആക്ച്വലി ഇത് വർക്ക് ഡൺ ഈ ഏരിയയുടെ, അതായത് 1 to 2 എന്നുള്ള പ്രോസസ്സിൽ ഐസോതെർമൽ കംപ്രഷൻ, ഇത് ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ 1 to 2 എന്നുള്ള ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ഐസോതെർമൽ കംപ്രഷന് വേണ്ട ഏരിയ ആണ്. 2 to 3 അടിയിലുള്ള ഏരിയ നമുക്ക് നോക്കാം. ഗ്രീനിലുള്ളതാണ് ഇത് കംപ്രഷൻ വർക്ക്. ഇത്രയും ഏരിയ കംപ്രഷൻ വർക്കാണ്. ഇനി വയലറ്റിലുള്ളതാണ് നമ്മളെ ഏത് വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി പ്രോസസ്സ്. ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഡെലിവറി നടത്തുമ്പോൾ ഉള്ള വർക്കാണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്.
ഇനിയുള്ളത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏത് ഏരിയയാണ്? ഈ ഈ ഏരിയയാണ് വേണ്ടത്. ഈ ഏരിയ വേണമെങ്കിൽ, ഇത്രയും ഏരിയ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സപ്പോസ് റെഡിലുള്ള ഏരിയ, ഈ ഗ്രീനിലുള്ള ഏരിയ മൊത്തത്തിൻ്റെ ഒന്നിച്ച് ഈ വയലറ്റിലുള്ള ഏരിയ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? ഇത്രയും ഏരിയ കിട്ടും. ഇത്രയും ഏരിയ വേണ്ട, നമുക്ക് ഈ ഏരിയ മൈനസ് ചെയ്യണം. ഈ ഏരിയ എന്ന് വെച്ചാൽ ഏതാണ്? ഈ യെല്ലോയിലുള്ള ഏരിയ മൈനസ് ചെയ്യാം. യെല്ലോയിലുള്ള ഏരിയ മൈനസ് ചെയ്യാം. യെല്ലോയിലുള്ള ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിങ്ങോട്ട് സക്ഷൻ സ്ട്രോക്കിലെ വർക്ക് മൈനസ് ചെയ്യാം. സക്ഷൻ സ്ട്രോക്ക് ഈസ് ഡൺ ഓൺ ദി സക്ഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ കംപ്രസർ. മറ്റേതൊക്കെ സക്ഷൻ വർക്ക് ഈസ് ഡൺ ബൈ ദ കംപ്രസർ. അപ്പോൾ ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏരിയ 1 2 3 4 1 എന്ന് വെച്ചാൽ is equal to വർക്ക് ഡൺ ബൈ ദ കംപ്രസർ, അല്ലെങ്കിൽ W കംപ്രഷൻ പ്ലസ് W ഡെലിവറി വർക്ക് ഉണ്ട്, മൈനസ് W സക്ഷൻ വർക്ക് ഉണ്ട്. ഇതാണ് നെറ്റ് വർക്ക് എന്ന് വെച്ചാൽ. കാരണം അവിടെ 3 പ്രോസസ്സ്, ഡെലിവറി ഡിസ്ചാർജും ഉണ്ട്, സക്ഷനും ഉണ്ട്, കംപ്രഷൻ ഉണ്ട്. 3 വർക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നെറ്റ് വർക്ക് എന്ന് വെച്ചാൽ കംപ്രഷൻ വർക്ക് പ്ലസ് ഡെലിവറി വർക്ക് മൈനസ് സക്ഷനാണ്. അപ്പോൾ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഒരു ഐസോതെർമൽ പ്രോസസ്സ് ഫോർ ഐസോതെർമൽ ആയതുകൊണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് നോക്കുക. P1 V1 ലോഗ് V1/V2 ആണെന്ത്? the work done by the compressor. ഡെലിവറി വർക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയമാണ്. വോളിയം കോൺസ്റ്റന്റിൽ വർക്ക് എന്ന് വെച്ചാൽ P ഡെൽറ്റ V എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രഷർ എന്താണ്? P2 വോളിയം V2 മൈനസ് V3 ആണ്. V3 0 ആയിപ്പോയി, കാരണം V3 ഫിഗർ നോക്കുക. V3 എന്ന് പറഞ്ഞാൽ 0 വോളിയാണ്. അപ്പോൾ P2 V2 W സക്ഷൻ എന്ന് പറയുന്നതോ? സക്ഷൻ എന്ന് പറയുന്നത് പ്രഷർ P1 പ്രഷറിൽ V1 മൈനസ് V4 ആണ്. V4 0 ആയിപ്പോയി, അതുകൊണ്ട് ഇറ്റ് വിൽ ബി P1 V1. ഇതും വോളിയം കോൺസ്റ്റന്റ് പ്രോസസ്സാണ്, അതുകൊണ്ടാണ് PdV എന്നുള്ള വർക്ക് വരുന്നത്. അപ്പോൾ നെറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു ഒന്ന് P1 V1 ലോഗ് V1/V2 പ്ലസ് P2 V2 മൈനസ് P1 V1. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫിഗറിൽ 1 to 2 എന്നുള്ള പ്രോസസ്സ് നോക്കുക. 1 to 2 എന്താണ്? PV കോൺസ്റ്റന്റ് പ്രോസസ്സ് അല്ലേ? PV കോൺസ്റ്റന്റ് വെച്ചാൽ എന്താണ്? P1 V1 ഷുഡ് ബി ഈക്വൽ ടു P2 V2 അല്ലേ? P1 V1 ഷുഡ് ബി ഈക്വൽ ടു P2 V2. അപ്പോൾ ഇവിടെ ഈ 2 പോയിന്റിൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ബിക്കോസ് ദേ ലൈ ഓൺ ഐസോതെർമൽ കർവിലായതുകൊണ്ട് P1 V1 ഷുഡ് ബി ഈക്വൽ ടു P2 V2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ഡണ്ണിൽ കിട്ടിയ ഇക്വേഷനിൽ P2 V2 P1 V1 സിമിലർ ആയതുകൊണ്ട് their difference will be 0. Therefore net work is nothing but P1 V1 log V1/V2. ഓക്കെ, നമ്മൾ ഓൾറെഡി P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതിയത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പക്ഷേ ഒന്നുകൂടെ P1/P2 എന്ന് വെച്ചാൽ എന്താണ്? V2/V1 അല്ലേ? അപ്പോൾ V1/V2 എന്ന് വെച്ചാൽ P2/P1 ആയിരിക്കും. സോ W ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് P1 V1 ലോഗ്, നാച്ചുറൽ ലോഗ് ആണ്, P2/P1 എന്ന് എഴുതാം. ഓൾസോ P1 V1 ഈസ് ഈക്വൽ ടു MRT1 എന്ന് എഴുതാം. MRT1. ദർഫോർ W ഈസ് ഈക്വൽ ടു, അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ആണ്. W ഈസ് ഈക്വൽ ടു MRT1 ലോഗ് P2/P1 എന്നും എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ in a single stage reciprocating compressor with isothermal compression. ഐസോതെർമൽ കംപ്രഷൻ്റെ കേസിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക്
അടുത്തത് അടുത്തത് വർക്ക് ഡൺ ഡ്യൂറിങ് പോളിട്രോപ്പിക് കംപ്രഷൻ. അതായത് ഐസോതെർമൽ കംപ്രഷന് പകരം കംപ്രഷൻ പ്രോസസ്സ് ഒരു പോളിട്രോപ്പിക് പ്രോസസ്സ് ആണെങ്കിൽ എന്ത് മാറ്റം വരും എന്ന് നോക്കാം ഇക്വേഷനിൽ. അപ്പോൾ പോളിട്രോപ്പിക് കംപ്രഷനിൽ പി ഇൻറ്റു വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫിഗറിൽ സെയിം ഫിഗർ, പക്ഷേ ഈ കംപ്രഷൻ കർവ് എന്ന് പറയുന്നത് പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. നേരത്തെ ഐസോതെർമലിൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ അഗെയിൻ W is equal to W compression പ്ലസ് W ഡെലിവറി മൈനസ് W സക്ഷൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. W കംപ്രഷൻ എഴുതുമ്പോൾ പോളിട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് പോളിട്രോപ്പിക് പ്രോസസ്സിൽ W കംപ്രഷൻ എന്ന് വെച്ചാൽ P2 V2 മൈനസ് P1 V1 ബൈ N-1 ആണ്. N-1 ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ഈ ഇക്വേഷൻ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ഡെലിവറി വർക്ക് അഗെയിൻ ഡെലിവറി വർക്ക് എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് വോളിയം തന്നെയാണ്, വോളിയം കോൺസ്റ്റൻറ്റ് തന്നെയാണ്, അത് സെയിം P2 V2 തന്നെയാണ്. W സക്ഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ സെയിം വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അത് P1 V1 ആണ്. നേരത്തെ സെയിം കേസാണ്. കാരണം ഡെലിവറി പ്രോസസ്സിലും സക്ഷൻ പ്രോസസ്സിലും മാറ്റമില്ല. ആകെ മാറ്റം വരുന്നത് കംപ്രഷൻ പ്രോസസ്സ്. നേരത്തെ ഐസോതെർമലായിരുന്നു, ഇപ്പോൾ നമ്മൾ പോളിട്രോപ്പിക് ആയിട്ടുണ്ട്. നമുക്ക് നെറ്റ് വർക്ക് എടുക്കുമ്പോൾ W is equal to P2 V2 മൈനസ് P1 V1 ബൈ N-1 പ്ലസ് P2 V2 മൈനസ് P1 V1. ഓക്കെ, പക്ഷെ നമ്മൾ പ്രീവിയസ് കേസിൽ നോക്കുക, നമ്മൾ ഇവിടെ P2 V2 P1 V1 ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ ഐസോതെർമലിൻ്റെ കേസിൽ. എന്തുകൊണ്ടാണ്? ഐസോതെർമലിൻ്റെ കേസിൽ പി വി കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഈ കർവിൽ 1ഉം 2ഉം വരുന്ന ഒരു കർവാണ് കംപ്രഷൻ കർവ്. അവിടെ പി വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. പക്ഷേ പോളിട്രോപ്പിക്കിൻ്റെ കേസിൽ you won't be able to write P2 V2 minus P1 V1 is not 0 because 1 and 2 lies on a curve where PV raised to n is equal to constant. അപ്പോൾ P1 V1 raised to n is equal to P2 V2 raised to n എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. P1 V1 is equal to P2 V2 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ P1 V1 is not equal to P2 V2. So this is the right form. So you cannot cancel P2 V2 and P1 V1. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സിംപ്ലിഫിക്കേഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം? ഈ N-1 ഇവിടത്തേക്ക് എടുക്കാം. W is equal to P2 V2 മൈനസ് P1 V1 പ്ലസ് N-1 ഇൻറ്റു P2 V2 മൈനസ് N-1 ഇൻറ്റു ചെറുതാക്കിയിട്ട് എഴുതാം, പ്ലസ് N-1 ഇൻറ്റു P2 V2 മൈനസ് N-1 ഇൻറ്റു P1 V1 ഹോൾ ഡിവൈഡ് ബൈ N-1. അപ്പോൾ നമ്മൾ N-1 ഇതിനും കൂടെ ഹോൾ ഡിവൈഡ് ആക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ഡിനോമിനേറ്റർ N-1 ആക്കാൻ വേണ്ടിയിട്ട് P2 V2നും P1 V1നും N-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി P2 V2 പ്ലസ് N-1 P2 V2 വെച്ചാൽ എന്താണ്? N P2 V2 അല്ലേ? N P2 V2 ആയി, കാരണം -1 P2 V2 ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അതേപോലെ മൈനസ് P1 V1ഉം ഈ മൈനസും പോസിറ്റീവായി, പോസിറ്റീവ് P1 V1 അത് ക്യാൻസലായി. ബാക്കിയുള്ളത് മൈനസ് N P1 V1 ഡിവൈഡ് ബൈ N-1. അപ്പോൾ നമ്മൾ എന്താണ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. W is equal to N കോമൺ ആയിട്ട് എഴുതുക, N ബൈ N-1 ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഗ്യാസ് ഇക്വേഷൻ P1 V1 ഈസ് ഈക്വൽ ടു MR T1, P2 V2 ഈസ് ഈക്വൽ ടു MR T2. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു N ബൈ N-1 MR T2 മൈനസ് T1 എന്ന് മാറ്റി എഴുതാം. ഓർ N ബൈ N-1 ഇൻറ്റു MR T1 ഇൻറ്റു T2 ബൈ T1 -1 എന്ന് എഴുതാം.
ഇങ്ങനെ എഴുതാം. നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സിൽ P1 V1 PV/N എന്ന് എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു ഇക്വേഷനാണ് T2/T1 is equal to P2/P1 whole raised to N-1/N. ഇങ്ങനെ എഴുതാം, N-1/N എന്ന് എഴുതാം. ആയിക്കൂടെ, ഇങ്ങനെ ഒരു ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു N/N-1 into MRT1 into P2/P1 whole raised to N-1/N -1. ഈ ഒരു ഫോമിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് P2/P1? കാരണം P2/P1 ആണ് നമ്മളെന്ത് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ കംപ്രഷൻ റേഷ്യോ ഒരു ഫോമിലേക്ക് എത്തിക്കാനാണ് നമ്മൾ P2/P1 എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റുന്നത്. അതേപോലെ ഐസോതെർമലിൻ്റെ കേസിൽ നമ്മൾ P2/P1 ആക്ച്വലി V1/V2 നമ്മൾ P2/P1 ആക്കുന്നുണ്ട്. എന്തുകൊണ്ട്? P2/P1 എന്ന് വെച്ചാൽ എന്താണ്? കംപ്രഷൻ റേഷ്യോ 6 ആണ്. അതുകൊണ്ടാണ് ആ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നത്. എപ്പോഴും നമുക്ക് ഒരു ഡിസ്ചാർജ് പ്രഷർ ബൈ സക്ഷൻ പ്രഷർ ടേമിലേക്ക് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടണം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് പോളിട്രോപ്പിക് കംപ്രഷൻ. ഇതിപ്പോൾ നേരെ മറിച്ച് അഡിയബാറ്റിക് കംപ്രഷൻ ആയതെങ്കിലോ? അഡിയബാറ്റിക് കംപ്രഷൻ ആയിരുന്നെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. എന്താണ് വ്യത്യാസം? എന്നിന് പകരം ഗാമ വരും. അഡിയബാറ്റിക് കംപ്രഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ PV/N പകരം PV/γ കോൺസ്റ്റന്റ്. അപ്പോൾ N വരുന്നിടത്തൊക്കെ ഗാമ വരും. ഗാമ വരുമ്പോൾ നമ്മൾ അഡിയബാറ്റിക് കംപ്രഷൻ്റെ കേസിൽ വർക്ക് എന്ന് പറയുമ്പോൾ Γ/γ-1 ഇൻറ്റു MRT1 ഇൻറ്റു P2/P1 whole raised to Γ-1/γ-1. അല്ലെങ്കിൽ ഈ MRT1 എന്ന് വെച്ചാൽ എന്താണ്? P1V1 തന്നെയാണ് കേട്ടോ, P1V1 തന്നെയാണ്. അപ്പോൾ അത് ഏതാ MRT1 ആണോ P1V1 ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിൽ അഡിയബാറ്റിക് കംപ്രഷനാണ് വരുന്നതെങ്കിൽ വ്യത്യാസം വരുന്നത് എന്നിന് പകരം ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ സിംഗിൾ സിലിണ്ടർ സിംഗിൾ ആക്ടിങ് എയർ കംപ്രസർ കംപ്രസസ് 30 meter cube of air, volume of air at a pressure of 1 bar and 27 degrees Celsius to 700 kilopascal. Calculate the power required for the compressor if first one compression is isothermal, second polytropic, third adiabatic. അപ്പോൾ പോളിട്രോപ്പിക് ഇൻഡെക്സ് N 1.25 ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് വോളിയം, നമ്മൾ സക്ക് ചെയ്യേണ്ട വോളിയം, ഡീൽ ചെയ്യേണ്ട വോളിയം 30 meter ക്യൂബാണ്. V1 30 meter ക്യൂബാണ് അല്ലേ. ഇൻലെറ്റ് പ്രഷർ P1 1 bar എന്ന് വെച്ചാൽ 1 × 10⁵ പാസ്കൽ അല്ലെങ്കിൽ 100 kPa ആണ്. 100 kPa കാരണം കിലോ വെച്ചാൽ 10⁵3, 100 × 10⁵3 10⁵5 ഇങ്ങനെ എഴുതാം. ആൻഡ് T1 is equal to 27 degrees Celsius means it is 27 plus 273 that is 300 Kelvin ആണ്. നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട പ്രഷർ എടുത്തേക്കാണ് 700 kPa. 700 kPa, N 1.25. നമുക്ക് കംപ്രഷൻ റേഷ്യോ വെച്ചാൽ P2/P1 ദാറ്റ് ഈസ് 700/100 ദാറ്റ് ഈസ് 7 ആണ് നമ്മളെ കംപ്രഷൻ റേഷ്യോ. അത് ഓർത്ത് വെക്കാം കേട്ടോ, അത് ചിലപ്പോൾ ചോദിക്കാം, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഐസോതെർമലാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് എന്ന് വെച്ചാൽ P1V1 log P2/P1 എന്ന് വെച്ചാൽ P1V1 log P2/P1. എന്താണ് P1? 100 ആണ്. 100 kPa ആണ്. അപ്പോൾ 100 × 10⁻³ തന്നെ ആയിരിക്കും. 100 kPa എന്ന് പറയുമ്പോൾ നമ്മൾ LMSI യൂണിറ്റ് കിട്ടും. 100 × 10⁻³
പാസ്കൽ ഇൻറ്റു V1 എന്ന് പറയുന്നത് 30 മീറ്റർ ക്യൂബാണ്. ലോഗ് P2/P1 7 ആണ്. P2/P1 7 ആണ്, റേഷ്യോ 7 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ലോഗ് കാണാൻ പറ്റും. 5837.73 ഇൻറ്റു 10⁻³ ജൂൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ 10⁻³ കളഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കിലോ ജൂൾ. ഇത്രയും കിലോ ജൂൾ എന്ന് ആൻസർ കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, നോ ഡിഫിക്കൽട്ടി ഓർ കോംപ്ലക്സിറ്റി. സെക്കൻഡ് പോളിട്രോപ്പിക് ആണെങ്കിലോ ഒന്നുമില്ല. W is equal to നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, N/N-1 ഇൻറ്റു P1V1 അല്ലെങ്കിൽ MRT1 ഇടാം, അല്ലെങ്കിൽ P1V1 ഇടാം. P2/P1 N-1/N-1. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിന് പകരം എന്നിന് പകരം 1.25/1.25 - 1. P1 എന്ന് പറയുന്നത് 100 കിലോ പാസ്കൽ അല്ലെങ്കിൽ 10⁻5 പാസ്കൽ ഇൻറ്റു 30 ഇൻറ്റു 7/1.25 - 1/1.25 - 1. P2/P1 7 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7136 ഇൻറ്റു 10⁻³ ജൂൾ അല്ലെങ്കിൽ 7136 കിലോ ജൂൾ എന്ന് വരും. 0.6ൻ്റെ കിലോ ജൂൾ എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഇവിടെ കിട്ടിയ ആൻസർ സെയിം വാല്യൂവിന് ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ 5837 കിലോ ജൂളും, പോളിട്രോപ്പിക് ആകുമ്പോൾ 7736 കിലോ. വർക്ക് ഡൺ കൂടുന്നുണ്ട്. വർക്ക് ഡൺ ബൈ ദ കംപ്രസർ എവിടെയാണ് കൂടുതൽ വർക്ക് പോളിട്രോപ്പിക് കംപ്രഷൻ്റെ കേസിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. എഗെയിൻ അഡിയബാറ്റിക് ആണെങ്കിൽ W is equal to Γ/Γ-1 ഇൻറ്റു P1V1 ലോഗില്ല P2/P1 Γ-1/Γ-1. ഈ ഗാമ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 1.4 ആയിരിക്കും. നമുക്ക് എയറിൻ്റെ ഗാമ 1.4, അത് ക്വസ്റ്റ്യനിൽ തരില്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗാമ വിൽ ബി 1.4. പോളിട്രോപ്പിക് വർക്കാണെങ്കിൽ W equal to N/N-1, P1V1 P2/P1 N-1/N-1. ഇപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 1.25/1.25 - 1 ഇൻറ്റു P1 എന്ന് പറഞ്ഞാൽ 10⁻5 ആണ് SI യൂണിറ്റിൽ. വോളിയം V1 SI യൂണിറ്റിൽ 30 ആണ്. P2/P1 എന്ന് പറയുന്നത് 7 ആണ്. 7⁻1.25 - 1/1.25 - 1 ഹോൾ -1 ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ 7136.6 ഇൻറ്റു 10⁻³ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ അത്രയും 7136 കിലോ ജൂളായിട്ട് വരും. കിലോ ജൂൾ. പിന്നെ അഡിയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ സെയിം പോളിട്രോപ്പിക്കിൻ്റെ അതേ ഇക്വേഷൻ, പക്ഷേ എന്നിന് പകരം ഗാമ. പക്ഷേ ഗാമയുടെ വാല്യൂ 1.4 ആണ്. വാട്ട് ഈസ് ഗാമ? ഗാമ CP/CV. എയറിൻ്റെ CP എന്ന് വെച്ചാൽ 1.005/0.7118 ആണ് CV. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1.4 ആണ് വരിക. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും 1.4 ആണെന്നുള്ള വാല്യൂ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കാം. ഇൻറ്റു P1V1 ഇൻറ്റു P2/P1 Γ-1/Γ-1. അതിൽ 1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി സെയിം 7808.21 കിലോ ജൂൾ കിട്ടും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സിൽ 7136 കിലോ ജൂൾ ആണെങ്കിൽ ഇവിടെ 7808 കിലോ ജൂൾ വരുന്നുണ്ട്. ആൻഡ് ഐസോതെർമലിൻ്റെ കേസിൽ P1V1 ലോഗ് P2/P1 ആയിരുന്നു ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 5837.73 കിലോ ജൂൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. എ സിംഗിൾ സിലിണ്ടർ സിംഗിൾ ആക്ടിംഗ് എയർ കംപ്രസർ compresses 30 m³ of air at a pressure of 1 bar 27 degrees Celsius to 700 kPa. Calculate power required of the compressor if. ഒന്നാമത്തെ ഐസോതെർമൽ പ്രോസസ്സ്, 2 പോളിട്രോപ്പിക്, 3 അഡിയബാറ്റിക്. അപ്പോൾ പോളിട്രോപ്പിക് ഇൻഡെക്സ് N 1.25 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ P1 എന്ന് പറയുന്നത് 1 ബാർ, T1 എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ആവശ്യമുണ്ടായിരുന്നില്ല. V1 എന്ന് പറയുന്നത് 30 m³ ആണ്. നമ്മൾ P2 ഏത് പ്രഷറിലേക്കാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? 700 kPa.
V1 30 മീറ്റർ ക്യൂബ്, P1 1 ബാർ എന്ന് വെച്ചാൽ 100 kPa അല്ലെങ്കിൽ 100 കിലോ പാസ്കൽ അല്ലെങ്കിൽ 10⁵ പാസ്കൽ. T1 300 കെൽവിൻ ആണ്, 27°C. P2 700 കിലോ പാസ്കലാണ്. 6 എന്നുള്ളത് P2/P1 ആണ്, അല്ലെങ്കിൽ P2/P1 എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ 700 കിലോ പാസ്കൽ ബൈ 100 കിലോ പാസ്കൽ. That is 7. So this is how we solve this problem. ഒരു പ്രോബ്ലം കൂടെ നോക്കാം, അത് കഴിഞ്ഞിട്ട് ഈ സെക്ഷൻ നമുക്ക് നിർത്താം. ഒരു പ്രോബ്ലം നോക്കാം. എ സിംഗിൾ സ്റ്റേജ് സിംഗിൾ ആക്ടിങ് എയർ കംപ്രസർ ഹാസ് എ സിലിണ്ടർ ബോർ എന്ന് വെച്ചാൽ നമ്മളെ സിലിണ്ടറിൻ്റെ ഡയ 175 മില്ലിമീറ്റർ, മീറ്റർ ആണെങ്കിൽ 0.17, ഇത് മില്ലിമീറ്റർ ആണ്, 0.175 മീറ്റർ ആണെന്ന് കിട്ടും. എൻ്റെ സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ 225 മില്ലിമീറ്റർ വെച്ചാൽ 0.225 മീറ്റർ. The compressor sucks air at 100 kN/m². 100 കിലോ പാസ്കലാണ് P1. P1 വെച്ചാൽ 100 കിലോ പാസ്കൽ, kN/m² എന്ന് വെച്ചാൽ കിലോ പാസ്കലാണ്. ആൻഡ് 27°C, T1 27°C തന്നിട്ടുണ്ട്. ഡെലിവേഴ്സ് അറ്റ് 8 ബാർ. ഡെലിവേഴ്സ് അറ്റ് 8 ബാർ എന്ന് വെച്ചാൽ ഡെലിവറി പ്രഷർ എന്ന് വെച്ചാൽ P2 ഈസ് 8 ബാർ ഓർ 800 കിലോ പാസ്കൽ എന്ന് പറയും, 800 കിലോ പാസ്കൽ. ആൻഡ് ഫൈൻഡ് ദ പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ ഇഫ് ഇറ്റ് സ്പീഡ് ഈസ് 120 RPM. കംപ്രസറിൻ്റെ സ്പീഡ് 120 RPM, അതായത് ക്രാങ്ക് റൊട്ടേഷൻ 120 RPM-ലാണ്. സോ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എയർ കംപ്രസ് പെർ മിനിറ്റ് ആൻഡ് ഡെലിവറി ടെമ്പറേച്ചർ. ദ കംപ്രഷൻ ഫോളോസ് PV/1.3. ഇപ്പോൾ PV ഒരു പോളിട്രോപ്പിക് പ്രോസസ്സാണ് കംപ്രഷൻ, അതിൽ n എന്ന് പറയുന്നത് 1.3 ആണ്. നമുക്ക് കാണേണ്ടത് പവർ വേണം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എയർ കംപ്രസ്ഡ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര മാസ് ഓഫ് എയർ കംപ്രസ് ആവുന്നുണ്ട്, ഡെലിവറി ടെമ്പറേച്ചറും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഡി എന്ന് തന്നിട്ടുണ്ട്, എൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിയും എല്ലും യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വെപ്റ്റ് വോളിയാണ് നമുക്ക് സാധാരണ സ്വെപ്റ്റ് വോളിയത്തിൻ്റെ ഇക്വേഷനാണ് ഇത് വരിക. π/4 d² ഇൻറ്റു എൽ ചെയ്ത VS കിട്ടും. അതായത് π/4 ഇൻറ്റു 0.175² ഇൻറ്റു 0.225 ചെയ്ത് കഴിഞ്ഞാൽ VS ഈക്വൽ ടു 5.41 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്നുള്ളൊരു വാല്യൂ വരും. നമുക്ക് ഈ സ്വെപ്റ്റ് വോളിയം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ പഠിച്ചത് V1 എന്നുള്ള വോളിയം VC + VS ആണ്, ഓർമ്മയുണ്ടോ? ക്ലിയറൻസ് വോളിയം പ്ലസ് സ്വെപ്റ്റ് വോളിയം ആണ് ഒറിജിനൽ ഫസ്റ്റ് സക്ഷൻ വോളിയം. പക്ഷേ ഇവിടെ VC 0 ആണ്. വി ആർ നോട്ട് കൺസിഡറിങ് ക്ലിയറൻസ് വോളിയം, കാരണം ഈ ക്വസ്റ്റ്യനിൽ ക്ലിയറൻസ് വോളിയത്തിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. VC 0 ആണ്. അസ്യൂം VC ക്ലിയറൻസ് വോളിയം ആസ് 0, കാരണം ക്വസ്റ്റ്യനിൽ ക്ലിയറൻസ് വോളിയത്തിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് V1 ഈസ് ഈക്വൽ ടു VS എന്ന് തന്നെ എടുക്കാം. സോ V1 ഈസ് ഈക്വൽ ടു 5.41 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് എടുക്കാം. നമുക്കറിയാം വർക്ക് ഡൺ ഡ്യൂറിങ് പോളിട്രോപ്പിക് കംപ്രഷൻ പ്രോസസ് P1 V1 P2/P1 റേഷ്യോ n-1/n -1. ഇതിൽ എന്നിൻ്റെ വാല്യൂ 1.3 ആണ്. P1 എന്ന് വെച്ചാൽ 100 കിലോ പാസ്കൽ. 100 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ 10⁵5 ബാർ ആണ്. 10⁵5 ബാർ 10⁵5 പാസ്കലാണ്. ദാറ്റ് മീൻസ് 1 ബാർ 10⁵5 പാസ്കൽ. V1-ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഇൻറ്റു 5.41 ഇൻറ്റു 10⁻³ എന്നാണ്. P2/P1 എന്ന് വെച്ചാൽ 800 കിലോ പാസ്കൽ ബൈ 100, 8 ബാർ ബൈ 1 ബാർ ആണ്. അപ്പോൾ 8 ആണ് വാല്യൂ, n-1, കാരണം ഇവിടെ നോക്കുക P2 8 ബാർ ഓർ 800 കിലോ പാസ്കലാണ്, P1 100 കിലോ പാസ്കലാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും P2/P1 എന്ന് വെച്ചാൽ 8 ആണ്. 8⁻1/1.3 -1/1.3 -1. So you will get to work as 1440 ജൂൾ കിട്ടും. കാരണം എല്ലാം നമ്മൾ SI-ലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1.44 കിലോ ജൂൾ എന്ന് വരും. ഇത്രയും കിലോ ജൂൾ. ഓക്കെ, നമുക്കറിയാം
ഈ വർക്ക് എന്ന് വെച്ചാൽ ഇൻ വൺ റൊട്ടേഷൻ, ഇൻ വൺ റെവല്യൂഷൻ ഓഫ്, അതായത് ഇൻ വൺ സൈക്കിളാണ് ഒരു സൈക്കിളിലുള്ള വർക്കാണ് ഇത്. അപ്പോൾ ദർ ആർ എൻ 120 RPM എന്നുണ്ട്, അതായത് ഓർ എൻ ഈസ് ഈക്വൽ ടു 120/60 RPS. ഒരു സെക്കൻഡിൽ ഇത്രയും റെവല്യൂഷൻ, ദാറ്റ് മീൻസ് 2 RPS ആണ്, 2 RPS ആണ്. ഒരു സെക്കൻഡിൽ ഇത്രയും റെവല്യൂഷൻസ്, ഇത്രയും സൈക്കിൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിലുള്ള W ഇതാണ്. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള W എന്തായിരിക്കും? ഇൻ വൺ സൈക്കിൾ 2 റെവല്യൂഷൻസ് ആണ്. സോറി, ഇൻ 1 സെക്കൻഡ് ആണ്. സോറി, ഇൻ 1 സെക്കൻഡ് 2 റെവല്യൂഷൻസ്. ഇൻ 1 റെവല്യൂഷൻ 1.44 കിലോ ജൂൾ പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ 1 സെക്കൻഡ് 1.44 ഇൻറ്റു 2 കിലോ ജൂൾ വർക്ക് കിട്ടണം. ദാറ്റ് മീൻസ്, അപ്പോൾ ഒരു സെക്കൻഡിലുള്ള വർക്കിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ എന്ന് വിളിക്കുക, അല്ലേ? സോ പവർ ഈസ് നത്തിങ് ബട്ട് വർക്ക് പെർ സെക്കൻഡ് ആണ്, വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് 2.88 അല്ലേ, 1.44 ഇൻറ്റു 2.88 കിലോ ജൂൾ പെർ സെക്കൻഡ് കിട്ടും. ദാറ്റ് മീൻസ് 2.88 കിലോ വാട്ട്സ്. ഇത്രയും പവർ ഉണ്ട് നമുക്ക്. ഇത്രയും പവർ കംപ്രസറിനുണ്ട്. പവർ ഓഫ് ദ കംപ്രസർ ഈസ് 2.88 കിലോ വാട്ട്. ഓക്കെ. ആൻഡ് മാസ് നമുക്കറിയാം, P1 V1 ഈസ് ഈക്വൽ ടു MR T1 എന്നറിയാം. നമുക്ക് മാസ് പെർ മിനിറ്റ് വേണം. M ഈസ് ഈക്വൽ ടു P1 V1 ബൈ R T1. That means 100 kilo 10⁵ into 5.41 into 10⁻³ by 287. R എന്ന് വെച്ചാൽ 287 ആണ്, ഇൻറ്റു ടി എന്ന് വെച്ചാൽ 300 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് എന്ന് പറയുന്നത് 6.28 ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് കിട്ടും. ഇത്രയും മാസ്. പക്ഷേ this is in one cycle. So we know RPS is equal to 2. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര മാസ്, അല്ലെങ്കിൽ RPM, നമുക്ക് RPM മതി, കാരണം RPM എത്രയാണ്? 120 ആണ്. ഒരു മിനിറ്റിൽ 120 സൈക്കിൾ ഉണ്ട്. അപ്പോൾ 120 സൈക്കിൾ, ഒരു സൈക്കിളാണ് ഇത്രയും മാസ്. അപ്പോൾ 120 സൈക്കിൾ എത്രയായിരിക്കും? മാസ് പെർ മിനിറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ എം ഡോട്ട്, മാസ് പെർ മിനിറ്റ് നമുക്ക് എം ഡോട്ട് എന്ന് വെച്ചാൽ 6.28 ഇൻറ്റു 10⁻³ ഇൻറ്റു 120. ദാറ്റ് മീൻസ് 0.754 കിലോഗ്രാം പെർ മിനിറ്റ്. ഇതായിരിക്കും മാസ് ഡെലിവേർഡ് പെർ മിനിറ്റ്. ഓക്കെ. അങ്ങനെ നമുക്ക് ഒന്നുകൂടെ കാണാം. എന്താണ് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ ചോദിച്ചിട്ടുള്ളത്? ഒരു വാല്യൂം കൂടെ കാണണം. ദ ഡെലിവറി ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് T2 കാണുന്നത് എളുപ്പമാണ്, കാരണം നമുക്ക് ജസ്റ്റ് നമുക്കറിയാം T2/T1 ഒരു പോളിട്രോപ്പിക് പ്രോസസ്സാണ്. T2/T1 ഈസ് ഈക്വൽ ടു P2/P1 all raised to n-1/n. ദാറ്റ് മീൻസ് 8 ഇൻറ്റു 1.3 - 1/1.3. and T2 is nothing but T1 into 8 into 1.3 - 1/1.3. So T1 is 300 into 8 into 1.3 - 1/3, and the value is 484.76 Kelvin. 3 Kelvin T2. Okay. So that is how we solve this particular problem. I think we can conclude this session, and in the next session we will discuss about work done with the clearance volume. So this is without clearance volume. Next we will discuss about with the clearance volume. Thank you.